ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഗാർഡനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പോയിൻസെറ്റിയ പ്ലാന്റ് എങ്ങനെ വേര് പിടിപ്പിക്കാമെന്നാണ്. വളരെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഞാൻ ഈ കാണുന്ന പോയിൻസെറ്റിയ പ്ലാന്റ്സ് എല്ലാം ഞാൻ മദർ പ്ലാന്റിൽ നിന്നും വേര് പിടിപ്പിച്ചെടുത്തതാണ്. നമുക്ക് നഴ്സറിയിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റാണ് ഇത്. ഇതിന് ക്രിസ്മസ് ട്രീ എന്നും പറയാറുണ്ട്. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇത്. മദർ പ്ലാന്റ് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, നല്ല വളർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ നിന്നാണ് ഇതിൻ്റെ തൈകളെല്ലാം കട്ട് ചെയ്ത് ചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് മഴക്കാലമായതുകൊണ്ടാണ് അതിന് റെഡ് ലീഫ് കാണാത്തത്. വേനൽക്കാലമാണെങ്കിൽ ഇതിന് നല്ല റെഡ് ലീഫ് ഉണ്ടാകുവേ. ഞാനിപ്പോൾ ഈ സൈഡിലുള്ള 2 കൊമ്പാണ് ഇത് വേര് പിടിപ്പിക്കാൻ വേണ്ടി വെക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഏത് ഭാഗം വെച്ചാലും വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് ഇത്. ഇനി നമുക്ക് ഇതിനായിട്ട് പോട്ടി മിക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് മണ്ണും ചാണകപ്പൊടിയുമാണ്. അധികം വലിയ വിലയുള്ള വളങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടി കൂടിയാണ് ഇത്. ഇത് വേനൽക്കാലത്താണ് ഇതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാകുന്നത്. ഈ ചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാവേ. ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് വേര് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കുവേ. ഞാൻ ആ മദർ പ്ലാന്റിൽ നിന്നാണ് ഇത്രയും ബുഷിയായിട്ട് ഇത് വേര് പിടിപ്പിച്ചെടുത്തത്. ഇനി നമുക്ക് ഈ ചെടിയെ കറ്റാർവാഴയുടെ ഒരു തണ്ട് മുറിച്ചെടുത്ത് അതിൻ്റെ ജെല്ലൊന്ന് അതിൻ്റെ അടിഭാഗത്ത് തേച്ച് കൊടുക്കാം. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ തേക്കണം, അല്ലെങ്കിൽ സാഫ് തേച്ചാലും മതി. സാഫില്ലെങ്കിൽ കറ്റാർവാഴ മതി. ഞാൻ കറ്റാർവാഴയും കൊണ്ടാണ് ഇതെല്ലാം വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഒന്ന് നട്ട് കൊടുക്കാവേ. അടുത്ത പീസും ഇതുപോലെ ശിഖരങ്ങളുള്ള പീസാണ് നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടെ ബുഷിയായിട്ട് ചെടി വളർന്നു വരുവേ. ഇതുപോലെ നമുക്ക് ഈ തണ്ടും കറ്റാർവാഴയുടെ ജെല്ലിലോട്ടൊന്ന് നന്നായിട്ട് മുക്കിയ ശേഷം ഇതിൻ്റെ സൈഡിലോട്ട് നട്ട് കൊടുക്കാം. ഒരു ചട്ടിയിൽ തന്നെ 1-2 കമ്പുകൾ ഏറെ കുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ചട്ടി നിറച്ച് ചെടി വളർന്ന് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. ഒരു കമ്പ് വെച്ചാൽ അത്ര ബുഷിയായിട്ട് ചട്ടിയിൽ വളരുകയില്ലേ. ഞാൻ വളർത്തിയെടുത്തത് 2-3 കമ്പ് ഒരു ചട്ടിയിൽ കുത്തിയെടുത്തിട്ടാണ് ഇതുപോലെ ബുഷിയായി വളർത്തിയെടുത്തത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് എന്നിട്ടൊരു ഷെയ്ഡിലോട്ട് ഒരു 2 ആഴ്ചയോളം ഒന്ന് മാറ്റി വെക്കാം. വെയിലത്ത് വെക്കുകയും ചെയ്യരുത്. ഇത് ഷെയ്ഡ് വെക്കുമ്പോൾ രാവിലെയും വൈകിട്ടും ഇതിന് വെള്ളം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണേ. നിങ്ങൾ നടുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇതിന് വെള്ളം കൊടുക്കാൻ മറക്കരുത്. രാവിലെയും വൈകിട്ടും ഉറപ്പായും വെള്ളം കൊടുക്കുക. പിന്നെ നമ്മൾ നടുമ്പോൾ ഒരു കമ്പല്ലാതെ 1-2 കമ്പുകൾ ഏറെ ഈ ചട്ടിയിലോട്ട് കുത്തി വേര് പിടിപ്പിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഭംഗി കണ്ടില്ല. ഇതിൻ്റെ ലീഫ് റെഡ് ലീഫ് അല്ലെങ്കിൽ പോലും ഇതിൻ്റെ ലീഫ് കാണാൻ അതിൻ്റെ റെഡ് കളർ അതിൻ്റെ ഇടയിൽ കൂടെ കയറി വരുന്നത് കൊണ്ട് നല്ല രസമാണ്. വേനൽക്കാലത്ത് ഇത് നല്ല രസമാണ്. 2-3 ചട്ടിയിലൊക്കെ ഒരുമിച്ച് സെറ്റാക്കി വെക്കാനും വളരെയേറെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത്. ഇതിൻ്റെ മദർ പ്ലാന്റിന് ഞാൻ പ്രത്യേകം കെയർ ഒന്നും കൊടുക്കാറില്ല. എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ അത് വളർന്നു വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ്. ഇപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.